തിരുവനന്തപുരം വർക്കലയിൽ തീരദേശ വിനോദസഞ്ചാര മേഖലയിൽ അനധികൃതമായി നിർമ്മിച്ച റിസോർട്ട് നഗരസഭ പൊളിച്ചു നീക്കി. നഗരസഭയുടെ അനുമതിയില്ലാതെയും തീരദേശ പരിപാലന നിയമങ്ങൾ പാലിക്കാതെയും നിർമ്മിച്ച ക്ലിഫി പാണ്ഡെ എന്ന റിസോർട്ടാണ് നഗരസഭ പൊളിച്ചു നീക്കിയത്. കെട്ടിടം പൊളിക്കണമെന്ന ഉത്തരവ് നൽകിയിട്ടും ഉടമസ്ഥൻ പ്രതികരിക്കാതിരുന്നതോടെയാണ് നഗരസഭയുടെ നടപടി. 2 മാസം മുമ്പാണ് അനധികൃത റിസോർട്ടിന്റെ പ്രവർത്തനം നഗരസഭയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. പരിശോധനയിൽ തീരദേശ പരിപാലന നിയമങ്ങൾ പാലിക്കാതെയും നഗരസഭയുടെ അനുമതിയില്ലാതെയും കുന്നു കയ്യേറിയാണ് റിസോർട്ടിന്റെ നിർമ്മാണം എന്ന് വ്യക്തമായിരുന്നു. തുടർന്ന് നവംബർ 22-ന് പ്രവർത്തനം നിർത്തിവെക്കാനുള്ള താൽക്കാലിക ഉത്തരവ് നഗരസഭാ സെക്രട്ടറി റിസോർട്ട് ഉടമയ്ക്ക് നൽകി. ഹിയറിംഗിനായി ഡിസംബർ 16-ന് ഹാജരാകാൻ നിർദ്ദേശവുമുണ്ടായിരുന്നു. എന്നാൽ ഉടമയായ സഫിയുള്ള ഹാജരാവുകയോ ഉത്തരവ് ലഭിച്ചിട്ടും ഒരു നടപടിയും സ്വീകരിക്കുകയോ ചെയ്യാത്തതിനെ തുടർന്നാണ് നഗരസഭാ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി റിസോർട്ട് പൊളിച്ചു നീക്കിയത്. അതേസമയം JCB ഉൾപ്പെടെയുള്ള യന്ത്രസാമഗ്രികളുമായി നഗരസഭാ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയപ്പോൾ സഫിയുള്ളയുടെ മകനും റിസോർട്ടിന്റെ നടത്തിപ്പുകാരനുമായ അദ്നാൻ കെട്ടിടത്തിനുള്ളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കി. എന്നാൽ വർക്കല പോലീസ് സ്ഥലത്തെത്തി പൊളിക്കൽ തുടരുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചു. തൊട്ടടുത്തുള്ള സ്ഥാപനത്തിൽ നിന്നും വൈദ്യുതി കണക്ഷൻ എടുത്താണ് സ്ഥാപനം പ്രവർത്തിച്ചിരുന്നതെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് KSEB റിസോർട്ടിന് 3 ലക്ഷം രൂപ പിഴയും ചുമത്തിയിട്ടുണ്ട്. വർക്കലയിൽ നിരവധി കെട്ടിടങ്ങളാണ് ഇത്തരത്തിൽ അനധികൃതമായി നിർമ്മാണം നടത്തിയിട്ടുള്ളത്. പാപനാശം കേന്ദ്രമാക്കി നിരവധി റിസോർട്ടുകൾക്ക് പൊളിച്ചു നീക്കാനുള്ള നോട്ടീസ് നഗരസഭ നൽകിയിട്ടുണ്ട്. അനധികൃതമായി നിർമ്മാണം നടത്തുകയും നഗരസഭയുടെ നടപടികൾക്കെതിരെ ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങുകയും ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങൾക്കെതിരെയും നിയമ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി നഗരസഭാ ചെയർമാൻ KM ലാജി അറിയിച്ചു. പരിസ്ഥിതി ദുർബല പ്രദേശമായ പാപനാശം കുന്നുകൾ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.